പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഞാൻ ഇന്ന് തന്നെ രണ്ടാമത്തെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാൻ നിർബന്ധിതനായിരിക്കുകയാണ്. കാരണം ഇന്ന് നേരത്തെ പോസ്റ്റ് ചെയ്ത വീഡിയോയ്ക്ക് ഉപോത്ബലകമായിട്ടുള്ള വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ ഉപോത്ബലകമായിട്ടുള്ള സംഭവമാണ് ഇപ്പോൾ കൊച്ചിയിൽ നടന്നിരിക്കുന്നത്. കൊച്ചിയിലെ തൃക്കാക്കര MLA ആയിട്ടുള്ള ശ്രീമതി ഉമാ തോമസ് അവിടെ നടന്ന ഒരു സ്റ്റേഡിയത്തിൽ നടന്ന ഒരു നൃത്ത പരിപാടിയിൽ, ഒരു സംഗീത പരിപാടിയിൽ 15 അടി മുകളിലുള്ള ഗാലറിയിൽ നിന്ന് താഴെ വീണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നു എന്നുള്ളൊരു വാർത്ത ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത്. കാരണം ഇപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണിത്. അവിടെ ഈ പരിപാടിക്ക് സേഫ്റ്റി സർട്ടിഫിക്കറ്റ് കൊടുത്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഈ സേഫ്റ്റി മെഷേഴ്സ് എല്ലാം പരിശോധിച്ച് പരിപാടി നടത്താനുള്ള അനുവാദം കൊടുത്തിരിക്കുന്നത് അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥരാണ്. അതായത് അവിടെ കളക്ടറും ജില്ലാ പോലീസ് മേധാവി ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ട്, അല്ലെങ്കിൽ അവർ നേരിട്ട് പരിശോധിച്ചില്ലെങ്കിൽ പോലും അവരുടെ സംവിധാനങ്ങൾ ത്രൂ പരിശോധിച്ചതിന് ശേഷം കൊടുത്ത അനുവാദത്തിൻ്റെ പുറത്താണ് പരിപാടി നടന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അവരുടെ ഉത്തരവാദിത്തപ്പെട്ട ആൾക്കാർ തന്നെ പറയുന്നത് അവിടെ സുരക്ഷാ സംവിധാനങ്ങളില്ലായിരുന്നു, കൈവരിയില്ലായിരുന്നു, അങ്ങനെ പല സുരക്ഷാ വീഴ്ചകൾ അവിടെ ഉണ്ടെന്ന് എല്ലാവരും ഉത്തരവാദിത്തപ്പെട്ടവർ തന്നെ പറയുന്നു. അപ്പോൾ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ അനുവാദം കൊടുത്തത്? ഇവിടെ നമ്മൾ ഈ നമ്മുടെ കേരളത്തിൽ കാണുന്ന ഒരു കാര്യം അതാണ്. എല്ലാം നമ്മൾ എന്താ പറയുക, കഴിഞ്ഞതിന് ശേഷമാണ് അതിനെപ്പറ്റി നമ്മൾ പറയുന്നത്. ഒരു സംഭവം ഉണ്ടായാൽ മാത്രമേ നമ്മൾ അതിൻ്റെ ശരിയായിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി വിശകലനം ചെയ്യും. പക്ഷെ ആ സംഭവം നടന്ന് ഒരു 4-5 ദിവസം അല്ലെങ്കിൽ മാക്സിമം ഒരാഴ്ച TV-കളിലും പത്രങ്ങളിലും വാർത്ത സജീവമായിട്ട് നിൽക്കുന്നത് വരെ അതിനെപ്പറ്റിയുള്ള കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും അത് കഴിഞ്ഞാൽ അത് മറന്നു കളയുകയും ചെയ്യുന്നൊരവസ്ഥയാണ് ഇവിടെ കാണുന്നത്. അതിന് മറ്റൊരു ഉദാഹരണം എന്ന് പറയുന്നത്, ഇതിനു മുമ്പ് കൊച്ചിയിൽ കുസാറ്റിൽ നടന്ന അപകടം നമുക്കറിയാം. അവിടെയും ഇതേപോലുള്ള സുരക്ഷാ വീഴ്ചകളുടെ പുറത്താണ് അവിടെ വലിയ ഉന്തും തള്ളിലും പെട്ട വിദ്യാർത്ഥികൾ അല്ലെങ്കിൽ മറ്റ് ആൾക്കാർ മരിക്കേണ്ടി വന്നത്. അന്നും ഇതുപോലുള്ള ചർച്ചകൾ നമ്മൾ വളരെയധികം നടത്തി. പല മെഷേഴ്സിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. ഒരു പരിപാടി നടത്തുന്നതിന് മുമ്പ് എത്രയൊക്കെ മെഷേഴ്സ് എടുക്കണമെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ ഈ സർട്ടിഫിക്കറ്റുകൾ അല്ലെങ്കിൽ ഈ അനുവാദം കൊടുക്കുമ്പോൾ അവിടെ ഒരു ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നൊരു സംവിധാനമുണ്ടോ? എന്തൊക്കെ മെഷേഴ്സ് അവിടെ ചെക്ക് ചെയ്തിട്ടുണ്ട്? ആ അനുവാദത്തിൻ്റെ കൂടെ അത്തരത്തിലൊരു ചെക്ക് ലിസ്റ്റ് അവർ അറ്റാച്ച് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാം എവിടെയാണ് വീഴ്ച. പക്ഷേ ഇതിവിടെ ഒരു എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. അതിൻ്റെ പ്രൊസീജിയർ എനിക്ക് നേരിട്ട് അറിഞ്ഞുകൂടെങ്കിലും ഒരു സാധാരണക്കാരൻ എന്നുള്ള നിലയിൽ നമുക്കറിയാമല്ലോ, നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു കാര്യം ചെയ്യുമ്പോൾ നമ്മളതിൻ്റെ സേഫ്റ്റി മെഷേഴ്സ് നമ്മൾ പരിശോധിക്കും. നമ്മുടെ വീട്ടിലാകുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നമ്മൾ ചെയ്യുള്ളൂ. അല്ലാതെ അത് നടന്നു എന്ന് നമ്മൾ ചോദിച്ചു, ഒരാൾ വന്നിട്ട് പറയുക, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മളൊരു പണി നടത്തുന്നു, ആൾ വന്നിട്ട് പറയുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ നമ്മളത് സമ്മതിക്കില്ല. നമ്മളത് നേരിട്ട് പോയി കണ്ട് ബോധ്യപ്പെട്ട് അവിടെ നമുക്ക് ചോദിക്കാനുള്ള സംശയങ്ങളൊക്കെ ചോദിച്ച് അതിൻ്റെ എല്ലാ കാര്യങ്ങളും നിവർത്തി വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മളതിൻ്റെ കാര്യം ആ ആളിനെ അവിടെ നമ്മൾ വിടുതൽ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മളത് നിരന്തരം അത് നോക്കി അത് വീണ്ടും കറക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ ആ ഒരു വീട്ടിൽ ചെയ്യുന്ന അതേ ഉത്തരവാദിത്വം തന്നെയാണ് നമ്മുടെ സമൂഹത്തിനോടും ഉള്ളത്. അത് വീട്ടിലാകുമ്പം നമ്മൾ മുതിർന്ന മാതാപിതാക്കളും മറ്റംഗങ്ങളുമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നത്. സമൂഹത്തിലാകുമ്പോൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അത് ചെയ്യേണ്ടി വരുന്നത്. അതിന് സമൂഹത്തിൻ്റെ പൊതുജനങ്ങളുടെ സപ്പോർട്ട് വേണമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ കാണുന്നതെന്ന് പറയുന്നത്, ദാരുണമായ സംഭവങ്ങൾ ഉണ്ടായതിന് ശേഷം നമ്മൾ പോസ്റ്റ്മോർട്ടം നടത്തും. എന്നിട്ട് നമ്മൾ പറയും നമ്മൾ ഇനിയും ഇത് ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇന്ന കാര്യങ്ങൾ ഇപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നു പറഞ്ഞിട്ട് വളരെ പെട്ടെന്നൊരു എന്താ പറയുക, ഒരു നടപടികളിലേക്ക് നമ്മൾ കടക്കും. നമ്മൾ പണ്ട് ഈ പറയുന്ന പോലെ ഈ ആരംഭശൂരത്വം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. അത് ആ ആരംഭത്തിൽ മാത്രമേ ആ ഒരു ആവേശമുള്ളൂ. അത് കഴിയുമ്പം വേറെ വിഷയത്തിലേക്ക് പോകുമ്പോഴത്തേക്ക് മറ്റേ വിഷയത്തിലുള്ള പ്രാധാന്യം നഷ്ടപ്പെടുന്നു. ഞാൻ എൻ്റെ വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഈ കേരളത്തിലും പൊതുവെ ഇന്ത്യയിലുമുള്ള ഈ പല അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലെ സംവിധാനങ്ങളിലൊന്നും ഞാൻ കയറാറില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സുരക്ഷയെപ്പറ്റി എനിക്ക് വളരെയധികം ആശങ്കയുണ്ട്.
നമ്മളിവിടെ പിന്നെ യൂറോപ്പിൽ ഇപ്പം വികസിത രാജ്യങ്ങൾ, അതായത് യൂറോപ്പ്, അമേരിക്ക അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇത്തരം അമ്യൂസ്മെൻറ്റ് അല്ലെങ്കിൽ അങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റ് അല്ലെങ്കിൽ മറ്റാധുനിക സംവിധാനങ്ങൾ നമ്മളിവിടെ പ്രാവർത്തികമാക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അവരെ സംബന്ധിച്ച് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അവരവിടെ ഒരു അത്തരം ആധുനിക സംവിധാനങ്ങൾ കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മെയിൻ്റനൻസ് എന്നും അതിൻ്റെ സുരക്ഷിതത്വം എന്നും അവരെപ്പോഴും അവരുടെ ടാഗ് ലൈൻ എന്താണ്? സേഫ്റ്റി ഫസ്റ്റ്. അതെന്ത് എക്സ്പെൻസീവ് ആയാലും അത് തന്നെ സേഫ്റ്റി കഴിഞ്ഞിട്ടേ അവരവിടുത്തെ ബാക്കി കാര്യങ്ങളുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനം അവർ നിരന്തരം അതിൻ്റെ സേഫ്റ്റി പരിശോധിച്ചുകൊണ്ടേയിരിക്കും, റെഗുലറായിട്ട്. അതാണ് പറയുന്നത്. അവിടെ ഒരു പാലം, അവിടെ ഒരു ന്യൂയോർക്കിലോ മറ്റോ ആണെന്നൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ മെയിൻ്റനൻസിന് വേണ്ടി മാത്രം, നിരന്തരമുള്ള മെയിൻ്റനൻസിന് വേണ്ടി മാത്രം ഒരു പ്രത്യേക കമ്പനി അവർ രൂപീകരിച്ച് അത് നിരന്തരം ദിവസവും അത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലാണ് അവിടുത്തെ മെയിൻ്റനൻസ്. അപ്പോൾ അത്തരം സംവിധാനങ്ങൾ നമ്മളിവിടെ നമ്മുടെ സമൂഹത്തിൽ നമ്മൾ കൊണ്ടുവരുമ്പോൾ അതേപോലുള്ള സുരക്ഷാ സംവിധാനങ്ങളോടെ നമ്മൾ കൊണ്ടുവരണം. അത് നമ്മളിവിടെ നടപ്പിലാക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഞാൻ ഇവിടെയുള്ള എന്താ പറയുക സംവിധാനങ്ങളിലൊന്നും കയറാറില്ല എന്ന് പറഞ്ഞത്. നമ്മളെന്താ അറിഞ്ഞാൽ മതി, നമ്മൾ ആ എൻ്റർടൈൻമെൻറ്റ് വേണ്ടെന്ന് വെച്ചാൽ മതി, നമ്മൾ നടുവൊടിച്ച് കിടക്കേണ്ടി വരത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അതൊന്ന് സമൂഹത്തോടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു പോസ്റ്റ് ഷെയർ ചെയ്യുന്നത്, ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. സമൂഹം ഒന്നുകൂടി കണ്ണു തുറന്ന് നമ്മൾ ഇത്തരം കാര്യങ്ങളെ പ്രോആക്റ്റീവായിട്ട് സുരക്ഷാ സംവിധാനങ്ങളെപ്പറ്റി, സുരക്ഷ എന്ന് പറയുന്നത് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാതെ, അതിൽ ഒരു പരിപാടി നടന്നില്ലെങ്കിലും വേണ്ടില്ല, സുരക്ഷ ഇല്ലെങ്കിൽ പരിപാടി നടത്തണ്ട എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി തന്നെ സമൂഹം എടുക്കണം. അല്ലെങ്കിൽ നമ്മളുടെ വിലപ്പെട്ട ജീവനുകളും, ജീവൻ പോയില്ലെങ്കിലും ജീവൻ ഇല്ലാത്ത അവസ്ഥയിൽ ആൾക്കാർ ഹോസ്പിറ്റലിൽ കിടക്കേണ്ട അവസ്ഥ, അബോധാവസ്ഥയിലും അംഗഭംഗം വന്നും കിടക്കേണ്ട അവസ്ഥ എന്ന് പറയുന്നത് വളരെ ദുരിതപൂർണമാണ്. അത് വളരെ ദുഃഖമുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് അത് സമൂഹം ഒന്നുകൂടെ സീരിയസ് ആയിട്ട് ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത്. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.